നമസ്കാരം. തോക്കുകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ചിരിക്കുന്ന ആൺകുട്ടികളുടെ ഒരു സംഘം. അവരിൽ ചിലർക്ക് 12 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. അവരുടെ കൈകൾ മെലിഞ്ഞതാണ്, പക്ഷേ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ വലുതും. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന തോക്കുകൾ അവർ ആവേശത്തോടെ വീശുന്നു. ഒരു മുതിർന്ന വ്യക്തി അവരെ മുദ്രാവാക്യം വിളിക്കാൻ നയിക്കുന്നു. ഞങ്ങൾ SAF-നൊപ്പം നിൽക്കുന്നു. അയാൾ ആക്രോശിക്കുമ്പോൾ കുട്ടികൾ അത് അതേപടി ആവർത്തിക്കുന്നു. ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ ദൃശ്യങ്ങൾ സുഡാനിലെ ഔദ്യോഗിക സൈന്യത്തോടൊപ്പം ചേർന്ന് പോരാടാൻ അണിനിരുന്ന ബാലസൈനികരുടേതാണ്. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സർക്കാർ സേനയായ സുഡാനീസ് ആംഡ് ഫോഴ്സ് കുട്ടികളെ സൈനികരായി റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും ആയുധങ്ങളേന്തി യുദ്ധകളത്തിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏപ്രിൽ 2023 പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധത്തിൽ കുട്ടികളെ പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ട് വലിയ ഞെട്ടലുളവാക്കുന്നതാണ്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ മെലിഞ്ഞ ശരീരവും വലിയ ആയുധങ്ങളുമായി കുട്ടികൾ സന്തോഷത്തോടെ തോക്കുകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണാം. തോക്കിൻ കുഴലുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നുണ്ട്. ഞങ്ങൾ SAF-നൊപ്പം നിൽക്കുന്നുവെന്ന് ഒരു മുതിർന്നയാളുടെ നേതൃത്വത്തിൽ കുട്ടികൾ ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. കുട്ടികളെ ആവേശഭരിതരാക്കുന്ന ഈ മുതിർന്നയാൾ ഒരു അധ്യാപകനെ പോലെയാണ് പെരുമാറുന്നതെങ്കിലും അവരെ മരണത്തിലേക്ക് നയിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം. ഒരു ക്ലാസ് എടുക്കുന്നത് പോലെയാണ് അയാൾ പെരുമാറുന്നത്. അയാൾ കുട്ടികളെ നോക്കി ആക്രോശിക്കുന്നു. വായുവിലേക്ക് മുഷ്ടികൾ ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നു. കുട്ടികൾ അയാളെ ആരാധനയോടെ നോക്കുന്നു. ഇതാണ് പുറത്തു വന്ന ആ ദൃശ്യങ്ങളിലുള്ളത്. നിരവധി വർഷത്തെ സംഘർഷങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും ശേഷം സുഡാനീസ് ആംഡ് ഫോഴ്സും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള അധികാര വടംവലിയാണ് 2023 ഏപ്രിലിൽ ആഭ്യന്തര യുദ്ധമായി മാറിയത്. നഗരങ്ങൾ തകർക്കപ്പെടുകയും അയൽ പ്രദേശങ്ങൾ കത്തിച്ചാമ്പലാവുകയും ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തതോടെ പട്ടിണിയും ദുരിതങ്ങളും വ്യാപകമായി. ഇരുപക്ഷത്തിനും ഈ യുദ്ധത്തിലെ ക്രൂരതകളിൽ പങ്കുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദേശീയ സൈന്യം എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും പതിറ്റാണ്ടുകളോളം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ രൂപപ്പെട്ടതാണ് SAF. വിശ്വാസവും സൈനിക ശക്തിയും ഒന്നിച്ചു ചേർക്കുകയും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയും ചെയ്ത ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്നു SAF. മുൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോഴും ആ സംവിധാനം ഇല്ലാതായിട്ടില്ല. നിലവിലെ സൈനിക ഉദ്യോഗസ്ഥരിലും സഖ്യസേനകളിലും ഇത് നിലനിൽക്കുകയാണ്. ഇവർ നിരവധി കുറ്റകൃത്യങ്ങളുടെ ഭാഗമാണെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഈ ബാലസൈനികരുടെ റിക്രൂട്ട്മെന്റ് സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഭീകരമായ മുഖവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ ഭാവിക്ക് മേലുള്ള ഇരുണ്ട കാഴ്ചയുമാണ് എടുത്തു കാണിക്കുന്നത്. യുദ്ധം നീളുകയും സൈനികരുടെ എണ്ണം കുറയുകയും ചെയ്തതോടെ സൈന്യം ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന ഇരകളെ തേടുകയാണ്. അത് കുട്ടികളെയാണ്. 2023 മാത്രം സുഡാനിൽ 209 കുട്ടികളെ സൈനിക സേവനത്തിനായി റിക്രൂട്ട് ചെയ്ത കേസിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ടിക്ടോക്കിലൂടെ പുറത്തു വന്ന ഒരു വീഡിയോയും ഇത്തരത്തിലെ സൈനിക റിക്രൂട്ട്മെന്റിന് തെളിവാണ്. ഒരു വീഡിയോയിൽ സൈനിക വേഷം ധരിച്ച 3 കുട്ടികൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പാട്ട് പാടുന്നത് കാണാം. മറ്റൊരു വീഡിയോയിൽ ഒരു കൊച്ചു ബാലനെ ബാർബർ കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. ആ കുട്ടിക്ക് വൈകല്യമുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രായം 6 or 7 മാത്രമാണ് ആ കുട്ടിക്കുള്ളത്. ക്യാമറയ്ക്ക് പിന്നിലുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ അവൻ ചിരിച്ചുകൊണ്ട് ഏറ്റുവിളിക്കുകയാണ്. എന്നാൽ താൻ പറയുന്നത് എന്താണെന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ല. തോക്കിയാൻ താൻ കഴിയാത്തവരെ പോലും അവർ വെറുതെ വിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചാരന്മാരായും ചുമട്ട് തൊഴിലാളികളായും കുട്ടികളെ ഉപയോഗിക്കുന്നു. കുട്ടികളെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് കുറ്റകൃത്യമാണ്. SAF ജനറൽമാർക്ക് ഇക്കാര്യം അറിയാമെങ്കിലും അവരിത് അവഗണിക്കുകയാണ്. ബാല്യത്തിൽ തോക്കിയെന്താൻ പഠിക്കുന്ന കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. തോക്ക് പിടിച്ചു നിൽക്കുമ്പോൾ അവർക്ക് അത് ആവേശമായി തോന്നാം. പക്ഷേ ആ തോക്കിൻ്റെ അറ്റത്ത് അവരെ കാത്തിരിക്കുന്നത് രക്തം മണക്കുന്ന മരണമാണ്.